മാധുര്യസ്വരത്തിന്റെ അവകാശികൾക്ക് പ്രണാമമർപ്പിച്ച് മൗലാന ആസാദ് ലൈബ്രറി. 40കളിൽ ഇന്ത്യൻ സംഗീതത്തിന് ജീവൻ നൽകിയ മുഹമ്മദ് റഫി, ലതാ മങ്കേഷ്കർ എന്നിവർക്കായി ഒരുക്കിയ അനുസ്മരണ സമ്മേളനം സാഹിത്യകാരൻ ജമാൽ കൊച്ചങ്ങാടി ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി പ്രസിഡന്റ് CJ ജോൺസന്റെ അധ്യക്ഷതയിലാണ് മുഹമ്മദ് റഫി, ലതാ മങ്കേഷ്കർ എന്നിവരുടെ സ്മരണയിൽ അനുസ്മരണം നടത്തിയത്. അനുസ്മരണ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം സാഹിത്യകാരൻ ജമാൽ കൊച്ചങ്ങാടി നിർവഹിച്ചു. ലോകപ്രശസ്തനായ മുഹമ്മദ് റഫിയുടെ ജന്മ ശതാബ്ദി വർഷം കൂടിയാണ്. ഈ രണ്ട് പേരെ കുറിച്ചുള്ള ഓർമ്മകളും അവർ നമ്മുടെ സംഗീതത്തിന്, പ്രത്യേകിച്ച് ചലച്ചിത്ര സംഗീതത്തിന് നൽകിയ സംഭാവനകളെ കുറിച്ചുള്ള ഒരു വിശകലനവും തിരനോട്ടവും നടത്തി അങ്ങനെ ഒരു ചെറിയൊരു പരിപാടിയാണ് ഇവിടെ ഇന്ന് മൗലാന അബുൽ കലാം ആസാദിന്റെ പേരിലുള്ള ഈ ലൈബ്രറിയിൽ നടന്നത്. KV അനിൽകുമാർ, റഫീഖ് സീലാട്ട്, KM ഹുസൈൻ, സമദ് പനയപ്പള്ളി, NKM ഷെരീഫ്, CM ഇബ്രാഹിംകുട്ടി എന്നിവർ സംസാരിച്ചു. കവിയും നിരൂപകനുമായ NK ദേശം, മാധ്യമപ്രവർത്തകൻ CDK വയലാർ എന്നിവരുടെ നിര്യാണത്തിൽ അനുശോചനവും രേഖപ്പെടുത്തി. മുഹമ്മദ് റാഫിയെ ലതാ മങ്കേഷ്കറിന്റെ ഫ്ലാറ്റിലേക്ക് ക്ഷണിക്കുകയും റഫി സാഹബോടെ ചെല്ലുകയും 2 ദിവസം ഇടവിട്ടുകൊണ്ട് റഫി സാഹബോടെ പോവുകയും ആ അമ്മ ഉണ്ടാക്കിയ ഭക്ഷണങ്ങൾ റഫി സാഹബ് കഴിക്കുകയും പാരിതോഷികമായി ആ അമ്മ സ്വർണത്തിന്റെ മോതിരങ്ങളടക്കം പല ഉപഹാരങ്ങൾ റഫി സാഹിബിന് സമ്മാനിച്ചിരുന്നതായി യാസ്മിൻ റഫി അവരുടെ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നു. അത്രയും മാനസിക അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്ന, സൗഹൃദം ഉണ്ടായിരുന്ന മുഹമ്മദ് റാഫിയും ലതാ മങ്കേഷ്കറും തമ്മിൽ എങ്ങനെ ഇത്രയും ഒരു ശത്രുതയുണ്ടായി, അല്ലെങ്കിൽ ഒരു ദീർഘകാലത്തിന്റെ ഇടവേളയിൽ അവർ ഒന്നിച്ച് പാടില്ല എന്നൊരു തീരുമാനമെടുക്കാനുണ്ടായ സാഹചര്യം ഉണ്ടായിരുന്നു. അതായിരുന്നു അതിന്റെ വിഷയം. അവരത് കറക്റ്റായിട്ട് പറഞ്ഞു വരുന്നു. ഒരു കാലഘട്ടത്തിൽ ഒരു സംഘടന രൂപീകരിച്ചു. അതായത് പാട്ടുപാടുന്ന ഗായകന്മാരുടെ ഒരു സംഘടന. ഇന്നും ആ സംഘടന അതിശക്തമായി തന്നെ അവിടെ ഉണ്ട്. ഞാനും അതിലൊരു മെമ്പർ തന്നെയാണ്, ഒരംഗം തന്നെയാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. PMSCB സ്മാർട്ട് മാർട്ട് ബിഗ് സെയിൽ ഫെബ്രുവരി 1 മുതൽ 12 വരെ. തിരഞ്ഞെടുക്കപ്പെട്ട ഉൽപ്പന്നങ്ങൾക്ക് 50% ഡിസ്കൗണ്ട് കൂടാതെ ബൈ 1 ഗെറ്റ് 1 ഓഫറുകൾ. PMSCB സ്മാർട്ട് മാർട്ട്, 40 ഫീറ്റ് റോഡ്, പള്ളുരുത്തി.